മദ്യപിക്കരുത്, സ്മോക്ക് ചെയ്യരുത്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ശരീരത്തിന് ഒരിക്കലും കൊള്ളില്ലാത്ത ശീലങ്ങളാണെന്ന്. നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ കരളിനെ ഡാമേജ് ചെയ്യുന്ന ശീലങ്ങൾ ഉണ്ടാവുമല്ലോ, ഹാബിറ്റ്സ്. അതെന്തൊക്കെയാണ്? അതിലിപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളിൽ സ്മോക്കിംഗ് എന്നും പിന്നെ മദ്യമെന്നും പറഞ്ഞിരുന്നല്ലോ. വാസ്തവത്തിൽ സ്മോക്കിംഗ് ഡയറക്റ്റ്ലി കരളിന് ഡാമേജ് ഉണ്ടാക്കുന്നില്ല. ഓ, ഇപ്പോൾ ഒരു കരൾ സിറോസിസ് ഉള്ള ഒരു രോഗി, ഇപ്പോൾ നിശബ്ദാവസ്ഥയിൽ കരൾ സിറോസിസ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈവൻ കണ്ടുപിടിക്കപ്പെട്ട ഒരു കരൾ സിറോസിസ് ആണെങ്കിൽ പോലും അതിൽ കരൾ ക്യാൻസറിൻ്റെ റിസ്ക് ഒരു പക്ഷേ സ്മോക്കിംഗ് സ്മോക്കിംഗ് ത്രൂ കൊണ്ട് കൂടാം. കൂടാം. പക്ഷേ ഒരു കരൾ രോഗം ഉണ്ടാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള മോളിക്യൂൾസ് ഒന്നും ഉള്ള സംഗതിയല്ല ഈ ടുബാക്കോ സ്മോക്കിംഗ്. പക്ഷേ ആൽക്കഹോൾ 1-to-1 കോറിലേഷൻ. എത്ര ഇപ്പോൾ ഒരു മിനിമം മദ്യം ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ട്. ഓരോ തുള്ളി മദ്യവും കരളിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്. പിന്നെ പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളൊരു റിലാക്സേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മദ്യം വർഷങ്ങളോളം ഉപയോഗിക്കാൻ സാധിക്കുന്നത് വെച്ചാൽ കരളിൽ റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടല്ലേ, പുനരുജ്ജീവന സാധ്യതയുള്ളതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശീലങ്ങളുടെ കാര്യത്തിൽ മദ്യം തീർച്ചയായിട്ടും കരളിനെ ഡാമേജ് ചെയ്യുന്നൊരു ശീലമാണ്. ഇനിയും രണ്ടാമത് ഏതാണ് ശീലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ 2-3 പതിറ്റാണ്ട് പിന്നെ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിസം ആർ വൈസസ്, ഇത് രണ്ടും ബാഡ് ഹാബിറ്റ്സ് ആണ്, മോശം ഇതാണ് എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ വാസ്തവത്തിൽ സിറ്റിംഗ് ആൻഡ് സ്ക്രീൻ ആർ വൈസസ് എന്ന് പറയേണ്ടി വരും. അതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നോ? സിറ്റിംഗ് ആൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ജോബ് പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ മിക്കപ്പോഴും നമ്മൾ ഇരിപ്പല്ലേ, നടക്കുന്ന ജോലികൾ എത്ര ഉണ്ട്? കുറവാണ്. ഇനിയും ഇരുന്നുകൊണ്ട് സ്ക്രീൻ നോക്കലല്ലേ നമ്മൾ മെജോറിറ്റി ചെയ്യുക. ഡോക്ടറായ ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം പണ്ട് ഫയൽ എഴുത്തായിരുന്നു, ഇപ്പോൾ കമ്പ്യൂട്ടർ നോക്കിയിട്ടാണ് ഞാൻ രോഗിയുടെ ഡീറ്റെയിൽസ് സ്കാൻ കാണുന്നത്. അതിൽ നിന്നാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലോട്ടാണ്. ഒരു IT ജോബ് ഉള്ള ആൾ എന്താ ചെയ്യുക? ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സിറ്റിംഗ് ആൻഡ് സ്ക്രീൻ, ഇത് രണ്ടും 2 ദുശീലങ്ങളായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് മാത്രം ചെയ്യേണ്ടി വരുന്ന ജോലികളിൽ വാസ്തവത്തിൽ ഒരു ബ്രേക്ക് റൊട്ടീൻ ശീലിക്കണം എന്നാണ്. എന്നുവെച്ചാൽ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്യണം. ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ ടിപ്പിക്കലി എത്ര സമയത്തിന്? ആക്ച്വലി ഒരു 20 മിനിറ്റ്സ് ഒക്കെയാണ് നമുക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് OPയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 5-6 രോഗികളെ കഴിയുമ്പോൾ ഒന്ന് എണീറ്റെങ്കിലും നിൽക്കാനെങ്കിലും നോക്കും. അല്ലെങ്കിൽ ഒന്ന് നടന്ന് മറ്റൊരു എവിടെയെങ്കിലും ഒരു എൻഡോസ്കോപ്പി റൂമിൽ പോയി തിരിച്ചു വരാൻ നോക്കും. അപ്പോൾ സിറ്റിംഗ് ആൻഡ് മോണിറ്ററിൽ നോക്കിയുള്ള ഇരിപ്പ്. ഇത് പറയുമ്പോൾ ഈ സ്ക്രീൻ എന്ന് പറയുമ്പോൾ വലിയ കമ്പ്യൂട്ടർ സ്ക്രീൻ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, തോണ്ടിക്കൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണും ഇതേ പ്രശ്നം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. മാനസികാരോഗ്യം തൊട്ട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആൽക്കഹോളിസം, സിറ്റിംഗ്, സ്ക്രീൻ പ്ലസ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡയറ്റിലെ ഒരുപാട് ദുഷ്പ്രവണതകളില്ലേ, അതും ഒരു ദുശീലമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. ഇനിയും ഒരുപാട് നമുക്ക് തെളിവില്ലാത്ത, അതേസമയം ഈ സാധ്യതകൾ ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു ദുശീലമാണ് ഈ രാസലഹരിയുടെ ഉപയോഗം. കോവിഡിന് ശേഷം കോവിഡിന് ശേഷം മദ്യമൊക്കെ മാറ്റി വെച്ചിട്ട് ആളുകൾ ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെയാണ് പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻ, ന്യൂജൻ അല്ലേ. അപ്പോൾ അതും തീർച്ചയായിട്ടും പല അവയവ ഡാമേജുകൾ ഉണ്ടാക്കുന്നത് പോലെ കരളിലും അതിൻ്റെ ഡാമേജുകൾ ഉണ്ടാകും. ഈ കൊക്കൈൻ അഡിക്ഷനൊക്കെ ലിവർ ഡാമേജ്, ലിവർ ഫെയിലിയറും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. MDMA പോലെയുള്ള ഇന്ന് കേരളത്തിൽ കിട്ടാത്ത ഒന്നുമില്ല എന്നാണ് ഭയപ്പെടുത്തുന്ന മീഡിയ റിലീസുകൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതങ്ങൾ, അവയവ ഡാമേജുകളൊക്കെ ഇനി നമ്മൾ വരും വർഷങ്ങളിൽ കാണാൻ പോവുകയാണ്. മനസ്സിലായി. ഓക്കെ.